എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പ്രധാനമായും UK, USA, യൂറോപ്യൻ നാടുകൾ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വർക്ക് പെർമിറ്റോ അല്ലെ PR ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് പല രാജ്യക്കാരും അവർ കുടിയേറ്റക്കാരെ അത്ര കണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലും വർണ്ണവെറിയെന്ന് തന്നെ പറയാം. മറ്റുള്ള രാജ്യക്കാർ അവിടെ കുടിയേറുന്നതും അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തവർ തന്നെയായിരുന്നാലും PR ഉള്ളവർ തന്നെയായിരുന്നാലും അവരോട് അത്ര ഒരു മൃദു സമീപനമല്ല ആ നാട്ടുകാർ കാണിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടികയറിയവർ ഇവർ ഏത് രാജ്യത്തിലാണ് എത്തപ്പെട്ടത് ആ രാജ്യങ്ങളിലെ സംസ്കാരവുമായി ഒത്തിണങ്ങിപ്പോകാൻ ഇവർ ശ്രമിക്കാറില്ല. ഇവർക്ക് ഇവരുടേതായ ശൈലികളാണ്. അവരേത് രാജ്യത്തു നിന്നോ അവിടുത്തെ ശൈലികൾ, അവരെവിടെ വന്നു ആ രാജ്യത്തെ അവിടുത്തെ സംസ്കാരം, അവരുടെ എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു സംസ്കാരം, പിന്നെ ജീവിതശൈലി, ഇതൊന്നും ഈ കുടിയേറ്റക്കാരിൽ നിന്നും അവർക്ക് ലഭ്യമാകുന്നില്ല. മറിച്ച് ഈ ടോട്ടൽ വിഭിന്നമായ ഒരു ജീവിതശൈലി, അവരുടെ സംസ്കാരം, മതപരമായ കാര്യങ്ങൾ തന്നെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇവരെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റികൾ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഫ്രാൻസ്, ജർമ്മൻ, ഡെൻമാർക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ നാട്ടിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ പ്രതിഷേധം നടത്തുന്നത് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇതിൽ മൂലം ഉണ്ടാകുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ബുദ്ധിമുട്ടാകുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നും പോയവർ ഒരു കുഴപ്പമില്ല, അവർ നല്ല രീതിയിലാണ് അവിടെ കഴിയുന്നത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ മൊത്തമേ നോക്കൂ. അതിപ്പോൾ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് പോണവരും മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ പോണവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് അവിടെ കുടിയേറി എല്ലാവർക്കും ബാധകമായിട്ട് മാറി വരുന്നൊരു അവസ്ഥയാണ്. അതുമല്ല, ഇപ്പോൾ പ്രധാനമായി ഈവൻ ഓരോ രാജ്യങ്ങളിലെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാക്കിയാണ്. ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഫുൾ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും പ്രത്യേകിച്ച് മലയാളീസിനോട് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഒരു 25% നിങ്ങൾ ധരിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ അവിടെ ഉള്ള എല്ലാം ഉപേക്ഷിച്ച് നാട് പിടിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെയും അന്ന് ബുദ്ധിമുട്ടരുത്. അതിനു മുമ്പായി എന്തെങ്കിലും നിങ്ങൾ നാട്ടിലെത്തുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കഴിയാനൊരു ചെറിയൊരു നിങ്ങളുടെ ഒരു ബങ്കറെങ്കിലും ഉണ്ടായിരിക്കണം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോണത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലൂടെ കടക്കുമ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ ആ പ്രസൻസുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ച 10-20 വർഷം ജീവിച്ചോ 30 വർഷം ജീവിച്ച ആ സംസ്കാരവുമായി ഇവിടെ വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മലയാളികളാണ് ഒക്കെ തന്നെയെങ്കിലും ടോട്ടൽ വിഭിന്നമായ ഒരു രീതിയായിരിക്കും. നിങ്ങളുടെ കയ്യിൽ എത്ര സാമ്പത്തികത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ആ സാമ്പത്തിക യൂട്ടിലൈസ് ചെയ്യാനും അതിന് ഉപയോഗിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്താനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ അതിൽ ഒരുപാട് നിങ്ങൾ നഷ്ടം സംഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, നിങ്ങൾ വന്നേക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു സേവിങ്സ്, എന്തെങ്കിലും ഒരു സംവിധാനം നാട്ടിലും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാം ഒക്കെ ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്പോസ്, അല്ലെങ്കിൽ നിങ്ങൾ വർഷത്തിലേക്കോ 2 വർഷത്തിലേക്കോ ഒരു ഹോളിഡേ വരുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് താമസിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടേക്ക് കെയർ വെച്ച് അതിനെ
നിങ്ങൾക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാം നിങ്ങൾ നിങ്ങൾ കഴിയുന്ന രാജ്യത്ത് നിന്നൊക്കെ എപ്പോഴും എല്ലാം 100% സുരക്ഷിതമാണെന്നുള്ളൊരു ധാരണ നിങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകരുതെന്ന് നാം എല്ലാം പ്രാർത്ഥിക്കുന്നു. ബട്ട് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റ് കൺട്രിയിൽ വന്ന് നിങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നിങ്ങളപ്പോൾ ഫീൽ ചെയ്യും. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നതും നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് അവർക്ക് ഉപദ്രവവും അല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ജോലികൾ ചെയ്ത് നിങ്ങൾ ജീവിക്കുക. കഴിയുന്നതും ഈ ഒരു മോശമായ ഒരു ആക്ടിവിറ്റീസോ മറ്റുള്ള പ്രവർത്തനങ്ങളിലോ ഒന്നും ബന്ധപ്പെടാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഡ്രഗ്സ് ഇങ്ങനെയുള്ള ഉപയോഗത്തിൽ നിന്ന് മാറുക. അങ്ങനെയുള്ള മാഫിയകളുമായി ബന്ധപ്പെടാതിരിക്കുക. അത് ഡ്രഗ് ട്രാഫിക്കുമായി അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. അതായത് അതിലും ഉപരി ആ രാജ്യത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒത്തിരി നാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത ഒരു ഗുഡ് വിൽ അതിനെ തകർത്ത് കളയാതിരിക്കുക. അത് ഓരോ ഇന്ത്യക്കാരനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളീസ്. നമുക്കറിയാം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെ ഒത്തിരി അജിറ്റേഷൻ. ഓസ്ട്രേലിയയിൽ ഗവൺമെൻറ് സപ്പോർട്ടിൽ തന്നെ അവിടെ കുടിയേറിയവരെ തിരിച്ചയക്കാനുള്ള പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുകയാണ്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട സ്റ്റുഡൻസ് വിസയിൽ പോകണവർ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കാൻ പോയാണ്, നിങ്ങൾ അവിടെ പോയി ഒരുപാട് നാൾ പിടിച്ചിരിക്കാൻ ഒരുപാട് മോഹങ്ങളായിട്ട് അങ്ങോട്ട് കടക്കാതിരിക്കുക. ഈ പിള്ളേരെ ഈ ഹയർ സ്റ്റഡിക്ക് അയക്കുന്ന ഏജന്റുമാരും കുറച്ച് മനസാക്ഷി കാണിക്കണം. ഫാൾസ് ഗൈഡൻസ് കൊടുത്ത് ഇവരിൽ നിന്നും മാക്സിമം അവരെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി മറുരാജ്യങ്ങളിൽ അയക്കുമ്പോൾ അവിടെ ഉണ്ടാകാമെന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു ബിസിനസ് പോലെ ആക്കരുത്. കാരണം ഇത് ഓരോരുത്തരുടെ ഭാവിയുടെ കാര്യങ്ങളാണ്. പിള്ളേർ പുറത്തു പോകാൻ ഇൻട്രസ്റ്റാണ്. എങ്ങനെയാണെങ്കിലും അവിടെ പോയാൽ അവർ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏജൻറ്റന്മാരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചീറ്റ് ചെയ്യാതിരിക്കുക. ഒപ്പം അവിടെ സ്ഥിരം താമസിക്കുന്നവരും എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. നാളെ ഒരു പക്ഷേ നാം പ്രതീക്ഷിക്കുന്നതിന് ആപ്പോസിറ്റായിരിക്കും എന്ന് വരിക. അങ്ങനെ നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നാലും നമുക്കൊരു സുരക്ഷിതത്വം നാട്ടിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ തുടക്കം കുറിക്കുക. അതിനെ ഒരു കോൺക്രീറ്റ് രീതിയിൽ ബലപ്പെടുത്തുക. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ പുറം രാജ്യത്തിൽ പഠിപ്പിക്കാൻ അയക്കുന്ന സ്റ്റുഡൻസിൻ്റെ പേരൻസും ചിന്തിക്കുക. ഇത്രയും കാശെല്ലാം മുടക്കി പോകുമ്പോൾ അതിൻ്റെ നല്ല വശവും മോശവശവും രണ്ടും മനസ്സിലാക്കുക. പഠിക്കാനാണ് ഇവിടുന്ന് കഴിച്ചൊക്കെ അവിടെ പോയി അവിടെ നിൽക്കാൻ PR കിട്ടും അതൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. എൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചു വന്നേ പറ്റൂ. അത് ചിന്തിക്കഴിഞ്ഞ് ഇവിടെ വന്നാലും നല്ലതിനാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിൽ അതിൻ്റേതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. യാതൊരു കുഴപ്പമില്ല. രണ്ടാമത് IT മേഖലയിൽ ഇരിക്കുന്നവർക്കും അവരുടെ ജോബും വളരെ ഭീഷണിയാണ്. പുറം നാടുകളിൽ ഭീഷണിയിലാണ്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ജോബ് സെക്യൂരിറ്റി എത്ര ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. സാധിച്ചാൽ ഈ വീഡിയോ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളും പുറം രാജ്യങ്ങൾക്ക് ഇരിക്കുന്നവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.